Hello guys, what's up? Welcome to another video by Vaisi. ആസ് എ ഹിപ്പ് ഹോപ്പ് കണ്ടന്റ് ക്രിയേറ്റർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിനെ നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും എടുത്തോളൂ, എങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും എടുത്തോളൂ. പക്ഷെ എനിക്കിത് പറയണമെന്നുണ്ട്. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ആഹ്, പിന്നെ ഞാൻ ഈ പരിപാടിയും കൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. യു ഓൾ നോ അബൌട്ട് ദ സീൻ മങ്ക ആൻഡ് ഒട്ടകം. അതായത് ഡാബ്സി ആദ്യം ബീറ്റ് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആ ബീറ്റ് വേണ്ടാന്ന് പറഞ്ഞു. രൺബീർ എംഎച്ച്ആറിനെ വിളിച്ചിട്ട് ബീറ്റിൻ്റെ സ്റ്റെമ്മ് വേണമെന്ന് പറയുന്നു. പേയ്മെൻ്റ് ഇല്ലെങ്കിൽ ഞാൻ സ്റ്റെമ്മ് തരില്ല എന്ന് എംഎച്ച്ആർ പറയുന്നു. എന്നിട്ട് പിന്നെ ഡാബ്സി വിളിച്ചിട്ട് എനിക്ക് ആ ബീറ്റ് വേണ്ട, ഞാൻ വേറെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് തഡ്വൈസറിനെ കൊണ്ട് ആ ബീറ്റ് റീവർക്ക് ചെയ്യിപ്പിച്ചു. തഡ്വൈസർ വാസ് നോട്ട് ഹാവിങ് എനി ഐഡിയ അബൌട്ട് ഇത് എംഎച്ച്ആർ ഓൾറെഡി ചെയ്ത ബീറ്റാണെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ബട്ട് സാധനം മങ്കയുടെ ഇത് റീലും പരിപാടിയൊക്കെ പ്രൊമോസ് തുടങ്ങിയപ്പോഴാണ് എംഎച്ച്ആറിന് കാര്യം മനസ്സിലായത് പണി കിട്ടിയിട്ടുണ്ടെന്ന്. സോ എംഎച്ച്ആർ ആ സമയത്ത് തന്നെ ഒട്ടകം റിലീസാക്കാൻ നോക്കി. ആൻഡ് ഒട്ടകം രൺബീർ ആൻഡ് മാസ് അപ്പീൽ എന്ന് പറഞ്ഞിട്ടുള്ള ലേബൽ അവരുടെ പവർ വെച്ചിട്ട് അതിനെ ഡൗൺ ചെയ്യാൻ നോക്കി ഒട്ടകത്തിനെ. സോ പിന്നെ അവരുടെ മെയിൽ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ കാരണം ഇപ്പോൾ ഒട്ടകം ലൈവായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നത് ശരിക്ക് അവിടം തൊട്ടാണ് തുടങ്ങിയതെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു. പിന്നത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ മണവാളം തഗ്ഗിൽ ക്രെഡിറ്റ് കൊടുത്തില്ല എന്നുള്ളത്. അതിനെപ്പറ്റിയും എംഎച്ച്ആറും കുറേ ഭാഗത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഓക്കെ അങ്ങനെ. പിന്നെ ഹീ ഈസ് ഓൾസോ ഹാപ്പി ദാറ്റ് ഹീ കെയിം ഓൾ ദിസ് വേ ഇൻഡിപെൻഡൻ്റ്ലി. ഒരു സിനിമ പാട്ടിറക്കി ഹിറ്റായിട്ട് വന്നതല്ല. മറ്റേ നമ്മളെ വട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഇപിയും ആ ജേണിയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ന് സിംഹക്കുട്ടി ഇട്ട ഒരു സ്റ്റോറി, നമ്മുടെ സിംഹ ഇട്ട ഒരു സ്റ്റോറി, അതിൽ എംഎച്ച്ആറിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഗാലറി വിഷൻ്റെ കൂടെ ഉള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ എംഎച്ച്ആർ ഇതിനു മുന്നേ ലൈവിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. വേറൊരാളുടെ ഒറിജിനൽ സോങ് മറ്റൊരാൾ, അതായത് ഇപ്പം ഞാൻ എംഎച്ച്ആറിൻ്റെ ഒറിജിനൽ സോങ് വേറെ ആളുകളുടെ അടുത്ത് നിന്ന് ടിക്കറ്റ് എടുത്ത് വാങ്ങിയിട്ട് അതിനെ പൈസ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് അവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് പെർഫോം ചെയ്താൽ ദാറ്റ് ഈസ് ഇല്ലീഗൽ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. സോ സിമ്മോ അവൻ്റെ സാധനം സ്റ്റോറി തുടങ്ങിയത് തന്നെ ഈ ഒരു സംഭവം വെച്ചിട്ടാണ്. അതായത് സിംഗിങ് സംവൺ എൽസ് സോങ് ഓൺ സ്റ്റേജ് വിത്തൗട്ട് പ്രോപ്പർ ലീഗൽ പെർമിഷൻ ഈസ് ഇല്ലീഗൽ. ഓക്കെ, അത് ഇല്ലീഗലാണെന്ന് പറഞ്ഞിട്ടാണ്. ആൻഡ് അടുത്തത് എന്താണെന്ന് വെച്ചാൽ സ്റ്റീലിംഗ് എ സോങ് റിലീസ് ബൈ അനദർ ആർട്ടിസ്റ്റ് ആൻഡ് സെല്ലിങ് ഇറ്റ് ടു എ ലേബൽ സേയിങ് ഇറ്റ്സ് യുവേഴ്സ്. അതായത് വേറൊരു ആർട്ടിസ്റ്റിൻ്റെ സോങ് എടുത്തിട്ട് ഇത് എൻ്റെ പാട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലേബലിന് വെക്കുകയാണ്, ആ ആർട്ടിസ്റ്റ് അറിയാണ്ട്. ഓക്കെ, അതും ഇല്ലീഗലാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള രീതിയിൽ പറഞ്ഞുതരാം. ഇപ്പം ഞാനും എംഎച്ച്ആറും തമ്മിൽ ഒരു ട്രാക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ട്രാക്കിൽ ഞാൻ പാടിയതാണ്, എംഎച്ച്ആറാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ഈ പ്രൊഡ്യൂസ് ചെയ്ത ട്രാക്ക് എടുത്തിട്ട് ഇതിൻ്റെ ട്രാക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ലേബലിന് കൊടുക്കുന്നു ഈ ട്രാക്ക്. എന്നിട്ട് പറയുന്നത് ഇതിൻ്റെ ട്രാക്കാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അത് പൈസ കൊടുത്തിട്ട് അതിന് പൈസ വാങ്ങുന്നത്, അതും ഇല്ലീഗലാണ്. ഓക്കെ, വിത്തൗട്ട് പെർമിഷൻ ഓർ പ്രോപ്പർ അഗ്രിമെൻറ്റ്. ദെൻ പെർഫോമിങ് ദ സ്റ്റോളൻ സോങ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ഓൾസോ ഇല്ലീഗൽ. ഇത് ഞാൻ എവിടെ പോയി പാടിയാലും ദാറ്റ് ഈസ് ഓൾസോ ഇല്ലീഗൽ. സെല്ലിംഗ് 3 കൊളാബറേറ്റീവ് സോങ്സ് ടു എ ലേബൽ ഫോർ ബിഗ് മണി ആൻഡ് സ്റ്റിൽ നോട്ട് പേയിങ് ദി ആർട്ടിസ്റ്റ് ജസ്റ്റ് മേക്ക് യു ആൻ ആസോൾ ആൻഡ് ഇറ്റ്സ് ഓൾസോ ഇല്ലീഗൽ. ഇതൊക്കെ ആരെ പറ്റിയോ പറയുന്നത്? ആൻഡ് ദ ഗൈ ബിൽഡ്സ് എ ടീം ജസ്റ്റ് ലൈക്ക് യു. ഡാബ്സിയെ കുറിച്ചിട്ടാണ് ഈ സംഭവം മൊത്തം ഉള്ളത്. അതായത് 10 ഗല്ലി എന്ന് പറഞ്ഞിട്ടൊരു ഡാബ്സിയുടെ മിക്സ് ടൈപ്പ് ഇല്ലായിരുന്നോ, ഡാബ്സിയുടെ ഫസ്റ്റത്തെ മിക്സ് ടൈപ്പ്, യാ, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആൻഡ് അടുത്ത സ്റ്റോറിയിൽ മനുഷ്യൻ പുള്ളെ ഒഴിഞ്ഞ are not available on Spotify and some other streaming platforms because they are removed until Dapsy and his team come forward with the proper legal documents showing his ownership or settle this amicably, which which this team has no interest in doing. So here we go. അതായത് ഇത്രയും കാലം ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു, ആരോടും സംസാരിച്ചിട്ടില്ലായിരുന്നു. ഞാനും വിചാരിച്ചത് മനുഷ്യനെ ആ ട്രാക്ക് സ്പോട്ടിഫൈയിൽ കാണുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം വരെ ഇത് ഡിലീറ്റ് ആയിട്ടുള്ള ഒരു മറ്റേ വേർഷൻ ഉണ്ടാവില്ലേ, ഒരു മങ്ങി കിടക്കുന്ന വേർഷൻ, നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ ആയിരുന്നു ഈ ട്രാക്സൊക്കെ കണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു മേ ബി വേറെ വല്ല ഇഷ്യൂസും ആവുമെന്ന്. ബട്ട് ഇതാണ് കുഴപ്പമെന്നുള്ളത് നമുക്കിപ്പോഴാണ് കറക്റ്റായിട്ട് പിടികിട്ടിയത്. ആൻഡ് അടുത്തത്, നെയ്തർ ഡാബ് സ്റ്റോറീസ് ഓർ ഹിസ് ടീം നോർ മാസ് അപ്പീൽ ഇന്ത്യ ലെജൻഡറി ANR രൺബീർ
ഹാവ് പ്രൊവൈഡഡ് ആൻ എക്സ്പ്ലനേഷൻ ഫോർ ഹൗ ദ സോങ് റിലീസ്. ഇത് എങ്ങനെയാണ്, ഇത് ആരോട് ചോദിച്ചിട്ടാണ് റിലീസ് ചെയ്തതെന്ന് ഇവർ ചോദിച്ചു ചെന്നിട്ടും ആരുടെ ഭാഗത്തുനിന്നും പ്രോപ്പറായിട്ടുള്ള റിപ്ലൈയും പരിപാടികളില്ല. ജസ്റ്റ് ഇവരൊക്കെ ആര് കേൾക്കാനാ? ഈ ഈ ഈ മറ്റേ കുറച്ച് പവറും കുറച്ച് ഹോൾഡും ഉള്ള ലേബിൾസും A&R ഉണ്ടായാൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഒരു മാറ്റിക്കാണുന്ന സ്വഭാവം ഉണ്ടല്ലോ, എല്ലായിടത്തും ഉള്ളതാണ്. സോ explanation for the how songs released by me ended up in മാസപ്പിൽ വിത്തൗട്ട് മൈ പെർമിഷൻ. മാസപ്പിലിൻ്റെ അണ്ടറിലാണ് ഈ ട്രാക്ക് ഇറക്കിയിട്ടുള്ളത്. അത് ഡബ്സിയുടെ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവൻ വിറ്റിട്ടുള്ളത് മാസപ്പിലിന്. ആൻഡ് ഹി ഗോട്ട് ഹിസ് എമൗണ്ടും പൈസയൊക്കെ മാസപ്പിൽ നിന്ന് കിട്ടി. ബട്ട് അതിൽ നിന്ന് ഒരു രൂപ പോലും നമ്മുടെ ശരത്തേട്ടൻ പറഞ്ഞ പോലെ ഒരു രൂപ പോലും, ചക്കക്കുരു പോലും ആർക്കും കൊടുത്തിട്ടില്ല. ദിസ് ഗൈ വാസ് ഹിയറിൻ്റെ സ്റ്റോറിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ചക്കക്കുരു പോലും ആർക്കും കൊടുത്തിട്ടില്ല. ദാറ്റ് ഈസ് ഭയങ്കര തരം എന്ന് പറയില്ലേ, അതാണ് ഉളുപ്പില്ലായ്മ, അങ്ങനത്തെ സംഭവം. ആൻഡ് ഒഴിച്ചാവന്യയുടെ ഒരു പണ്ട് നമ്മുടെ സിമുകുട്ടി യൂട്യൂബിൽ ഇട്ടിട്ടുള്ള ഒരു ബീറ്റ് ഉണ്ടായിരുന്നേ, അതുവരെ അതിൻ്റെ പ്രൂഫായിട്ട് ഉണ്ടായിട്ട് പോലും ദേ ഡോണ്ട് ഗീവ് എ ഫക്ക് അബൌട്ട് ഇറ്റ്. അടുത്തതിലേക്ക് പോവുക. അപ്പോൾ MHRൻ്റെ അടുത്ത സ്റ്റോറി വന്നു. ലൈക്ക് കോനെ ആൻഡ് ചതിയൻ വാസ് ദ 2 tracks ഓഫ് മൈൻ ഫ്രം 10 ഗള്ളി മിക്സ് ടേപ്പ്. 10 ഗള്ളി എന്ന് പറഞ്ഞിട്ടുള്ള മിക്സ് ടേപ്പ് എന്നുള്ള കോനെ ആൻഡ് ചതിയൻ, ഈ 2 ട്രാക്കും മൂപ്പര് പ്രൊഡ്യൂസ് ചെയ്തതാണ്. വിച്ച് വാസ് സോൾഡ് ടു മാസപ്പീൽ ഇന്ത്യ ഫോർ എ ഹ്യൂജ് എമൗണ്ട് വിത്തൗട്ട് മൈ പെർമിഷൻ. ദി ആർട്ടിസ്റ്റ് ഹു വർക്ക്ഡ് ഡിഡ്ന്റ് ഗെറ്റ് എനി എമൗണ്ട് ഫോർ ദിസ്, ജസ്റ്റ് സ്റ്റാർട്ടിങ് ഇറ്റ് ഹിയർ. ഓക്കെ, മാസപ്പിലിനോട് ഇതിൻ്റെ പിറകെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റിനൊന്നും ഒരു പൈസയും കൊടുത്തിട്ടില്ല. ഇതിനൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് മറ്റേ ഉസ്താദ് ഹോട്ടലിൽ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നില്ലേ, അതേപോലെ ഓക്കെ ഓനുള്ള പാട്ട് മൊത്തം അവൻ്റെത് മാത്രമാണെന്നുള്ള ബോധത്തിൽ കയറി വിറ്റതാണ്. ബാക്കിയുള്ളവർക്ക് ഒരു റെമ്യൂണറേഷനും ഇല്ല, ഒക്കെ നമ്മളെ അക്കന്മാരാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ചെക്കന്മാർ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം കൊടുക്കണം, അല്ലെങ്കിൽ ഓലായിട്ട് മാന്യയിൽ നിൽക്കണം. അല്ലാണ്ട് മറ്റേ തോളിക്കെട്ടി നടന്ന് തീട്ടം വാരി എറിഞ്ഞു എന്നുള്ള വർത്താനം പറഞ്ഞിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നല്ല 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 ഫ്രസ്ട്രേഷനുണ്ട്, നല്ല ദേഷ്യമുണ്ട്. കാരണം ഇങ്ങനത്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ, കാരണം ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ് എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടത് കൊണ്ട് എന്തൊക്കെയാണ് മാറ്റം വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി, എനിക്ക് പറയാൻ പറ്റണത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പറയും. നിങ്ങൾക്ക് എവിടെയൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ നിങ്ങളും പറയണം. കിട്ടാനുള്ള റൈറ്റ്സ് കിട്ടുതന്നെ വേണം, കിട്ടാനുള്ള പൈസ കൊടുക്കാനുള്ള പൈസ കൊടുക്കുക വേണം, ആർക്കായാലും കൊടുക്കുക വേണം. അതിന് പാട്ടായാലും പാട്ടത്തിനായാലും. അടുത്ത MHRൻ്റെ സ്റ്റോറി. The diss was not just about Ottagam and Manga. There are loads of theft and betrayal that has happened. Okay, about Dabziata. Since we decided to keep it low, it is still low. Exposing each and everything would cause ഇതിൻ്റെ ഓരോന്നുമായിട്ട് എക്സ്പോസ് ചെയ്ത് തുടങ്ങിയാൽ would cause so much disrespect towards the artist and the person Dabzi. അതായത് ഇത്ര കാലം ഞങ്ങളൊന്നും പറയാഞ്ഞത് പാവം വിചാരിച്ചിട്ടാണ്. പക്ഷെ പിന്നെയും ഇങ്ങനത്തെ സ്വഭാവം കാട്ടി നടന്നാൽ ഇത് പറയല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഞങ്ങൾക്കില്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളത്. എനിക്കിതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഈച്ച് ആൻ ആർട്ടിസ്റ്റിന് ആ ട്രാക്കിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ബോത്തും ഉണ്ട്. അതായത് ആ ട്രാക്ക് ഉണ്ടാക്കാൻ മാത്രം അവൻ്റെ റെസ്പോൺസിബിലിറ്റി, അത് കഴിഞ്ഞിട്ട് അതോറിറ്റി ഫുള്ള് നിനക്കാണെന്നുണ്ടെങ്കിൽ അത് നീ അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങണം. അവൻ എത്രയാണ് റെമ്യൂണറേഷൻ ചോദിക്കുന്നത് അതിനനുസരിച്ചുള്ള എമൗണ്ട് ചോദിച്ചിട്ട് ഈ അതിനടുത്ത് വാങ്ങണം. അല്ലാണ്ട് കിടന്നിട്ട് കൊണക്കാൻ പാടില്ല. ഓക്കെ, അത്രയൊക്കെ തന്നെ. ആൻഡ് ടെൻഗള്ളിയിലുള്ള 10 ട്രാക്കും മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്തിട്ടുള്ളത് സിമോക്കുട്ടിയാണ്, സിമോ. സോ അതിനും ഒന്നും കൊടുത്തിട്ടില്ല. ഇനി എന്താണെന്നുള്ളത് കേൾക്കുന്നവരും ഇതിൻ്റെ കൂടെ നിന്നിട്ട് താങ്ങുന്നവരും ഒപ്പം നിന്ന് കായ് പറിക്കുന്നവരും ഒക്കെ ഒന്ന് നോക്കുക, ഒക്കെ ഒന്ന് ആലോചിച്ചിട്ട് പറയുക. ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഡാബ്സിയുടെ എതിരെ കുറേ ഹെയ്റ്റ് വന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ എന്തായിരുന്നു മാർക്കോയുടെ ഒരു പാട്ടിന് ഡാബ്സിയുടെ വോക്കൽസ് കയറിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള, അതിന് ഡാബ്സിയെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഒരു വീഡിയോ ഇട്ട ഒരാളാണ് ഞാൻ. പക്ഷേ ദിസ് ഈസ് നോട്ട് റൈറ്റ്.
അനക്ക് നന്നാവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തെറ്റ് മനസ്സിലാക്കിയിട്ട് നന്നാവുക. അല്ലാണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊണച്ചോണ്ടിരിക്കരുത്. തെറ്റ് എൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ റിയലൈസ് ചെയ്യുക. എന്ത് വന്നാലും ഐ ഡോണ്ട് ഗിവ് എ ഫക്ക് മലബാർ എന്ന് പറഞ്ഞു വന്നിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ പറയപ്പോൾ ഞാൻ ആരാന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാനിത് എല്ലാവരെയും ഫോളോ ചെയ്തിരുന്നു. എല്ലാവരെയും കൂടെ എല്ലാവരും ഒപ്പം നിന്നിട്ട് ട്രാക്ക് ചെയ്യാനും എല്ലാവർക്കും ഒപ്പം വളർന്നുകൊണ്ട് മലയാളം ഹിപ്പ് ഹോപ്പ് നല്ല രീതിയിൽ എത്തണമെന്ന് എന്നുള്ളതിൽ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനത്തെ ഒരു പൊട്ടക്കിണറിൽ കിടക്കുന്ന തവളയായിട്ടുള്ളൂ. ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല ആരും. പക്ഷേ പൊങ്ങച്ചും അതേപോലെ തന്നെ കാട്ടിക്കൂട്ടലും കണ്ടാൽ എന്താ ഓനാണ് തൂപ്പാക്ക്, ഓനാണ് ട്രാവിസ് സ്കോട്ട്, ഓനാണ് 50 സെൻറ്റ്, പെർഫോമർ ഓനാണെന്നുള്ളൊരു സ്വയം തോന്നലുണ്ടല്ലോ, അത് നിർത്തുക. അഹങ്കാരം എവിടെയും നല്ലതല്ല, ഏത് ആർട്ടിസ്റ്റിനും നല്ലതല്ല. ബി ഹംബിൾ, വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് റോയാലിറ്റി കൊടുക്കുക. ആർക്കാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വർക്ക് ചെയ്തവർക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ റെമ്യൂണറേഷൻസ് കൊടുക്കുക. ആരും ഊമ്പിക്കാണ്ടിരിക്കുക. എല്ലാവരും ഒപ്പം ഒപ്പം വളരാൻ നോക്കുക. ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ പറഞ്ഞിട്ട് ഇത് ഡിലേ ആക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അപ്ഡേഷനും പരിപാടിയൊക്കെ. സോ ഇതൊക്കെയാണുള്ളത്. ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്താ തോന്നുന്നത്? ഇനിയും താഴെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അത്രേ ഉള്ളൂ. ബൈ.